എല്ലാവർക്കും നമസ്കാരം. അറിയാം രാമായണം പാരായണം ചെയ്യേണ്ട വിധികൾ. പരമ പുണ്യകരമായ രാമായണം ആർക്കും എപ്പോഴും പാരായണം ചെയ്യാം. കർക്കിടക മാസത്തിലെ രാമായണം പാരായണം ചെയ്യാവൂ എന്നില്ല. എന്നാൽ കർക്കിടക മാസത്തിൽ എങ്കിലും രാമായണം പാരായണം ചെയ്യണം. ഭഗവാൻ ശ്രീരാമൻ കർക്കിടക ലഗ്നത്തിലാണ് ജാതനായത്. അതിവർഷത്താലും ദാരിദ്ര്യത്താലും പറഞ്ഞ അന്യമാസം എന്ന പേരു കേട്ട കർക്കിടക മാസം ആയുർവേദ പ്രതിരോധ ചികിത്സയ്ക്കും ആധ്യാത്മിക ജീവനത്തിനും ഏറ്റവും അനുയോജ്യം തന്നെ കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ സാധാരണയായി 31-32 ദിവസങ്ങൾ ഉണ്ടാകും. വർഷം കർക്കിടകത്തിൽ 31 ദിവസങ്ങളാണ് ഉള്ളത്. ഈ ദിവസങ്ങൾ കൊണ്ട് ഖണ്ഡശ നിത്യേന പാരായണം ചെയ്ത് അവസാനം ദിവസം പട്ടാഭിഷേക ഭാഗം പാരായണം ചെയ്ത് അധ്യാത്മ രാമായണ പാരായണം പൂർത്തിയാക്കുന്നതാണ് മാസ പാരായണ വിധി. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കീറിയതോ കേടുവന്നതോ അക്ഷരങ്ങൾ അവ്യക്തമായതോ ആയ രാമായണം പാരായണത്തിനായി ഉപയോഗിക്കരുത്. രാമായണം വെറും തറയിൽ വയ്ക്കരുത്. പുസ്തക പീഠത്തിലോ മറ്റോ വയ്ക്കുക. വിളക്ക് കത്തിച്ചു വെച്ചു മാത്രം പാരായണം നടത്തുക. നിലവിളക്കിനേക്കാൾ പൊക്കം കുറഞ്ഞ ആവണപ്പലകയിലോ ആസനങ്ങളിലോ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. വടക്ക് തിരിഞ്ഞിരുന്നു വായിക്കുന്നത് ഏറ്റവും ഉത്തമം. രാമസീത ഹനുമാന്മാരുടെ ചിത്രമോ പട്ടാഭിഷേക ചിത്രമോ വിളക്കിൻ്റെ പിന്നിൽ വയ്ക്കുന്നത് ഉത്തമം. ശ്രീരാമൻ, സീത, വസിഷ്ഠൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഹനുമാൻ, മഹാഗണപതി, ബ്രഹ്മാവ്, മഹേശ്വരൻ, നാരദൻ എന്നിവർ ഉൾപ്പെട്ട പട്ടാഭിഷേക ചിത്രമാണ് പൂർണ്ണമായി ഉള്ളത്. പാരായണത്തിനു മുൻപായി ഗണപതി, സരസ്വതി മുതലായ ദേവതകളെയും തുഞ്ചത്ത് ആചാര്യനെയും സ്മരിക്കുക. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മാനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴുമാര്യ പാദം എന്ന ശ്ലോകം ആചാര്യസ്മരണയ്ക്കായി ഉപയോഗിക്കാം. ആദ്യ ദിവസം ബാലകാണ്ഡം മുതൽ പാരായണം ആരംഭിക്കുക. ശുഭപര്യവസായിയായ കാര്യങ്ങൾ പരാമർശിക്കുന്ന ഭാഗത്ത് പാരായണം അവസാനിപ്പിക്കുക. നിത്യേന 15 മുതൽ 20 താളുകൾ വായിച്ചാൽ ആയാസം കൂടാതെ 1 മാസം കൊണ്ട് പാരായണം നമുക്ക് പൂർത്തിയാക്കാം. ഒരു ദിവസം മുടങ്ങിയാൽ അതുകൂടെ അടുത്ത ദിനം വായിക്കുക. ഒരാൾ വായിക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാവരും വിശിഷ്യ കുട്ടികളും കൂടി കേൾക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഒരു ദിനം കൊണ്ട് വായിച്ചു പൂർത്തിയാക്കുന്ന അവസരത്തിൽ പോലും പ്രാതസന്ധ്യയിലും മധ്യാഹ്ന സന്ധ്യയിലും സായം സന്ധ്യയിലും രാമായണ പാരായണം ഒഴിവാക്കുന്നതാണ് നല്ലത്. എവിടെയെല്ലാം രാമനാമ സങ്കീർത്തനമുണ്ടോ അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാകുമെന്നാണല്ലോ വിശ്വാസം. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതഃ രാക്ഷസാന്തകം. ഹനുമാൻ സ്വാമിക്ക് സന്ധ്യാവേളകളിൽ തർപ്പണം ചെയ്യാൻ സമയം അനുവദിക്കാനാണ് സന്ധ്യാവേളകളിൽ പാരായണം ഒരു മുഹൂർത്തേന നേരമെങ്കിലും നിർത്തുന്നത്. ഇത് ചില നാടുകളിൽ തുടർന്നു വരുന്ന നാട്ടാചാരം മാത്രമാകുന്നു. മധ്യ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും ഇപ്രകാരം ചെയ്തു വരാറുണ്ട്. ഇതിന് താന്ത്രികമായോ ഗ്രന്ഥപ്രസ്താവ്യമായോ യാതൊരു അടിത്തറയും ഇല്ല. സന്ധ്യയ്ക്ക് കുളിയും ജപവും തേവാരവുമൊക്കെ പതിവുള്ളവർക്ക് അതിനു മുടക്കം വരേണ്ട എന്ന സതുദ്ദേശവും ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാം. കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് വേണം പാരായണം നടത്താൻ. മാസപാരായണം നടത്തുന്നവർ കഴിവതും സ്വാത്വിക ഭക്ഷണങ്ങൾ ശീലമാക്കുക. ആരോഗ്യം അനുവദിക്കുന്നവർ ഒരു നേരം മാത്രം അരിയാഹാരം ഭക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതും അത്യുത്തമമാണ്. ഓരോ ദിവസത്തെയും പാരായണ ശേഷം ക്ഷമാപണ സ്തോത്രം, ശ്രീരാമ മംഗളശ്ലോകം എന്നിവ ജപിക്കുക. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേത് സത്സ്വമസ്സോ ശിവശിവ കാരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. അവസാന ദിവസം പട്ടാഭിഷേക പാരായണം, പുഷ്പാലങ്കാരം, നിവേദ്യം,
കർപ്പൂരാരതി തുടങ്ങിയവയാൽ ചൈതന്യവത്താക്കുക. ഇതൊന്നും സാധിക്കാതെ വന്നാൽ മാനസപൂജയാൽ മനസ്സിൽ ഇപ്രകാരമുള്ള അന്തരീക്ഷമൊരുക്കി ശ്രീരാമചന്ദ്ര സ്മരണയോടെ രാമായണ പാരായണം ചെയ്ത് പൂർത്തിയാക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.